സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണല്ലേ സാറ്റിസ്ഫാക്ഷൻ. എന്തൊരു സാറ്റിസ്ഫാക്ടറി എപ്പിസോഡായിരുന്നു ഇന്നലെ. സത്യം പറഞ്ഞാൽ പ്രോമോയെക്കാളും അടിച്ചു പൊളിച്ചുള്ള വീക്കെൻഡ് എപ്പിസോഡുകൾ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ വളരെ 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 റയറായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഒരു തീപ്പൊരി എപ്പിസോഡായിരുന്നു ഇന്നലത്തെ നമ്മുടെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത്. നമ്മൾ പ്രേക്ഷകർ എന്തെല്ലാം ആരെക്കുറിച്ചൊക്കെ പറയണം എന്ന് ആഗ്രഹിച്ചു അത് മുഴുവൻ, ഈവൻ ഒരു ചെറിയ കാര്യം പോലും വള്ളി പുള്ളി വിടാതെ ചോദിച്ച് തീർത്തിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്നലെ. പലരുടെയും കിളികൾ അവിടെ പറന്ന് ഏതൊക്കെയോ ദേശത്തോട്ടൊക്കെ പോയി. പ്രത്യേകിച്ച് നമ്മുടെ ഷാനവാസിൻ്റെ കിളികൾ. ഇന്നലത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ലാലേട്ടനെങ്കിലും പറഞ്ഞാൽ ഷാനവാസിന്റെ ഗെയിമിൽ കുറച്ചെങ്കിലും ചേഞ്ച് വരും, പുള്ളിക്കൊരു ഇമ്പ്രൂവ്മെന്റ് വരും, പുള്ളി കളിക്കുന്നത് തെറ്റാണെന്നുള്ളത് പുള്ളിക്ക് തന്നെ മനസ്സിലാകുന്നു. പക്ഷേ ഇന്നലത്തോടു കൂടി ആ ഒരു ചിന്തയും ഞാൻ വിട്ടു. എനിക്കിപ്പോൾ ആ ഒരു വിശ്വാസമേ ഇല്ല. കാരണം അത്രയധികം റൂഡായിട്ടാണ് ഷാനവാസും തിരിച്ച് ലാലേട്ടനോട് നിന്നിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരന് ലാലേട്ടൻ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ചെവിക്കൊള്ളാൻ പോലും ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് തയ്യാറാവുന്നില്ല. ഇന്നലത്തോടു കൂടി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 50 ദിവസം, അതായത് ഫാമിലി വീക്ക് വരുന്നത് വരെ പുള്ളിക്കാരൻ അവിടെ ഒരു ക്യാരക്ടർ പിടിച്ച് നിൽക്കുകയും അതിനുശേഷം പുള്ളിയുടെ റിയൽ ക്യാരക്ടർ അവിടെ ഗെയിമിലേക്ക് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ ലാലേട്ടനോട് പെരുമാറിയത് അതേ രീതിയിലായിരുന്നു. പുള്ളിക്ക് അവിടെ ഗെയിം കളിച്ച് നിൽക്കണം എന്നുള്ളൊരു ചിന്തയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെയുള്ള ആൾക്കാരുടെ മുമ്പിൽ മാസ് കാണിക്കുക, പുറത്തെ പ്രേക്ഷകർ എന്ത് ചിന്തിച്ചാലും പുള്ളിക്ക് പ്രശ്നമില്ല എന്നുള്ള മട്ടിലായിരുന്നു ഇന്നലത്തെ പുള്ളിയുടെ പ്രകടനം. ഷാനവാസിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രകടനം അത്ര മെച്ചമല്ലായിരുന്നു എന്നും പ്രേക്ഷകർക്ക് പലർക്കും അതിൽ അതൃപ്തി ഉണ്ടെന്നുള്ളതും ആ ഒരു ഉമ്മയുടെ വാക്കിൽ നിന്ന് തന്നെ ബുദ്ധിമാനായ ഒരു മത്സരാർത്ഥിയാണെങ്കിൽ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഷാനവാസിന് അതും മനസ്സിലാവുന്നില്ല, പുള്ളിക്ക് അതൊന്നും എടുക്കാനേ കഴിയുന്നില്ല. ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന ഓരോരോ കാര്യങ്ങളും പുള്ളി റിജക്ട് ചെയ്യുക, ഫുള്ളായിട്ട് കേൾക്കുക പോലും ചെയ്യാതെ. കണ്ടസ്റ്റന്റിനോട് ഷാനവാസിന്റെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് അതങ്ങ് റെസിസ്റ്റ് ചെയ്യുകയാണ്. അതായത് ആ പുള്ളിക്കാരൻ ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഷാനവാസ് അവിടെ കയറി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം ലാലേട്ടൻ തന്നെ മതിയായി. പുള്ളിക്കാരൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഷാനവാസ് ഇയാൾ സംസാരിക്കട്ടെ പറഞ്ഞ് മടുത്തപ്പോഴാണ് അവസാനം ലാലേട്ടൻ പറയുന്നത്, നിങ്ങളൊന്ന് നിർത്തൂ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എഗൻസ്റ്റ് ഒരാൾ സംസാരിക്കുമ്പോൾ ഇത്രയ്ക്ക് പ്രശ്നം, അയാൾ സംസാരിക്കട്ടെ, നിങ്ങൾക്ക് മാത്രം സംസാരിച്ചാൽ മതിയോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് പല്ല് കടിച്ചമർത്തുന്ന ഒരു ഷാനവാസിനെയാണ് ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചത്. ഈ കൈ പൊക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരും കൈപൊക്കുന്നു, അതുകൊണ്ട് ഞാനും കൈപൊക്കി എന്നുള്ള രീതിയിൽ ധാർഷ്ട്യത്തോട് സംസാരിക്കുന്ന ഷാനവാസ്. ശരിയാണ്, നമുക്ക് ലാലേട്ടൻ പറയുന്ന ഒരു കാര്യത്തോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ടസ്റ്റന്റ് ആണെങ്കിൽ തന്നെ അവർക്ക് തുറന്ന് പറയാം, അതിനുള്ളൊരു അവസരം പുള്ളിക്കാരൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്നത് ഈ ഗെയിമിലും ഷാനവാസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഒരു സ്വഭാവമാണ്. അത് അവിടെ ലാലേട്ടന് മുമ്പിലും അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ അതങ്ങനെ ചെയ്യരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും മാത്രമല്ല ദേഷ്യം വരെയാണ് പുള്ളിക്കാരൻ. അത് പറഞ്ഞിട്ട് കേൾക്കുന്നതേ ഇല്ല. അതൊക്കെ ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തെ പ്രേക്ഷകർ ഇങ്ങനെ ചിന്തിക്കുന്നു മനസ്സിലാക്കുന്ന ആ നിമിഷം, അല്ലെങ്കിൽ ലാലേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞു കൊടുക്കുന്ന നിമിഷം പെട്ടെന്ന് അതൊരു അലേർട്ടായിട്ട് എടുത്തിട്ട് സ്വഭാവത്തിൽ കുറച്ചൊരു ചേഞ്ച് കൊണ്ടുവരാൻ, ശരി ലാലേട്ടാ സോറി, എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു ഇഷ്ടക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്, അതോടെ തീർന്നു അതവിടെ. ഇത് പിന്നെയും പുള്ളിക്കാരൻ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഇത്രയധികം പുള്ളിക്കാരനെ എക്സ്പോസ്ഡ് ആവേണ്ടി വന്നത്. ഷാനവാസ് അവിടെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന, മാനിപ്പുലേറ്റ് ചെയ്ത ഓരോ കാര്യങ്ങളാണ് ഇന്നലെ ലാലേട്ടൻ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം പുള്ളിയുടെ കറക്റ്റ് കാര്യങ്ങൾ അത്രയും അവിടെ കണ്ടസ്റ്റൻസിന്റെ മുന്നിൽ എവിഡന്റ് ആയിട്ട് തന്നെ ലാലേട്ടൻ തുറന്ന് കാണിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥിയല്ല, ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി പ്രേക്ഷകർക്ക് മുന്നിൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. അതായത് ഷാനവാസിന്റെ റിയൽ ക്യാരക്ടർ ഏതാണ്ടൊക്കെ ഇതുപോലെ തന്നെയാണ് എന്ന് ഷാനവാസിന്റെ വായിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും അറിയാതെ വീണു പോവുകയാണ്. ഞാൻ ഇതുപോലത്തെ സാഹചര്യങ്ങളുള്ള വീട്ടിൽ നിന്നും, അതായത് മറ്റുള്ള സ്ത്രീകളെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും, വളരെ ഡോമിനന്റ് ആയിട്ടുള്ള മെയിൽ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു വീട്ടിൽ നിന്നുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ ഷാനവാസിന്റെ വായിൽ നിന്ന് വീണു. അതുപോലെ തന്നെ മറ്റൊരാൾ അതിന് എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും അയാൾ എന്നെ ഉപദേശിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഭാഗത്ത് തെറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സ് എനിക്കില്ല എന്ന് എവിഡന്റ് ആയിട്ട് കാണിച്ചിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ. അതോടൊപ്പം തന്നെ ഇത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു സുഹൃത്ത്, അല്ലെങ്കിൽ ആർക്കും വിശ്വസിച്ചൊരു കാര്യം തുറന്നു പറയാൻ പറ്റാത്ത ഒരു വ്യക്തി, അതാണ് ഷാനവാസ് എന്നുള്ളതാണ് ഇന്നലത്തെ ഒരു ദിവസത്തോടുകൂടി മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഇന്നലത്തെ എപ്പിസോഡ് നടന്ന കാര്യമാണ്, അല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല. അനീഷിനോട് ചോദിക്കുകയാണ് ലാലേട്ടൻ, ആരെയാണ് നോമിനേഷനുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് സേവ് ആക്കേണ്ടത്? അനീഷ് പറയുന്നു ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഷാനവാസ് അവിടെ നിന്ന് പറയുകയാണ്, അതും വളരെ വിശദമായിട്ടൊക്കെ നോക്കിയതിന് ശേഷം അനുമോളെയാണ് എനിക്ക് സേവ് ആക്കേണ്ടതെന്ന്. അനീഷ് അവിടെ നെടുനെട്ടെന്ന് നിൽക്കുകയാണ്. പുറത്തുള്ള പ്രേക്ഷകർ എന്ത് വിചാരിക്കുന്നതുകൊണ്ട് ഷാനവാസ് ചിന്തിക്കുന്നില്ല. ലാലേട്ടൻ ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ അനീഷിനെ പറഞ്ഞില്ല? നിങ്ങൾ ഇപ്പോൾ കൂടെ പറഞ്ഞതല്ലേ ഉള്ളൂ അനീഷാണ് എൻ്റെ ഇവിടുത്തെ മിത്രം എന്ന്. അയ്യോ അനീഷ് ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. അയ്യോ എന്താണ് ഷാനവാസ്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ബാക്കിയുള്ള ആൾക്കാർ, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരാണെന്നാണോ? അതോ മുന്നിൽ നിൽക്കുന്ന ലാലേട്ടനെ ഇതൊന്നും മനസ്സിലാവുന്നില്ലെന്നാണോ? ബിഗ് ബോസ് ക്രൂവിന് ഇതൊന്നും മനസ്സിലാവുന്നില്ലെന്നാണോ? നിങ്ങൾ മാത്രമാണ് ഈ ലോകത്തെ എല്ലാം അറിയുന്ന ഒരു വ്യക്തിയെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടോ? എന്നാൽ ആ ധാരണ മുഴുവൻ ഇന്നലത്തോടുകൂടി തെറ്റി. നിങ്ങൾ എന്ന വ്യക്തിക്ക് നേരെ ആരെങ്കിലും ഒരു ചെറുവിരൽ ടാസ്കിന്റെ പേരിലെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഓരോന്നും പറഞ്ഞ് അടിച്ചാക്ഷേപിച്ച് സ്വന്തം തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിലേക്ക് ഇട്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്വഭാവത്തിന് ഉടമയാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഇന്നലത്തോടുകൂടി തെളിയിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്
ഷാനവാസ് എന്നുള്ളത് ഇന്നലത്തോടുകൂടി മനസ്സിലായി. അനീഷിന് ഇതോടുകൂടിയെങ്കിലും ഒരു ബോധമുണ്ടായാൽ മതി. കാരണം ഷാനവാസി മിത്രം എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നതെല്ലാം അനീഷിനെ കിട്ടുന്ന അവസരത്തിലെല്ലാം താറടിച്ച് കാണിക്കാനാണെന്നും അനീഷിനെ ഇവിടെ നിന്ന് എങ്ങനെയും പുറത്താക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് അനീഷ് ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. അതിനുള്ളൊരു ഹിന്റും കൂടിയാണ് ഇന്നലെ ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത്. അനീഷിന് ഇതെല്ലാം മനസ്സിലായി, എന്നാൽ പോലും അനീഷ് മനസ്സിലായ ഭാവം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്ത ആഴ്ച എങ്ങനെ പറഞ്ഞാൽ കൊള്ളാം, പക്ഷെ പറഞ്ഞില്ലെങ്കിലും അത് അനീഷിന് ഫേവറബിൾ ആയിട്ടേ വരത്തുള്ളൂ. ആണെന്നുണ്ടെങ്കിൽ അത് അനീഷിന്റെ ഗെയിം. കാരണം എന്നെ ഒറ്റുന്ന സുഹൃത്തിനെ പോലും ഞാൻ തിരിച്ച് മോശമായിട്ടൊന്നും പറയുന്നില്ല. അതിൽ തന്നെ അനീഷിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വോട്ട്സ് ഇങ്ങനെ കയറി വരും. അനീഷിന് അറിയാം അവിടെ എങ്ങനെ നിൽക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ അക്ബറിന് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. എന്ത് തൊട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് തന്റെ ഉമ്മയുടെയും വാപ്പയുടെയും ഒക്കെ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായ പ്രശ്നങ്ങളും തനിക്കുള്ള ഹെൽത്ത് കണ്ടീഷൻ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അക്ബറിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടുള്ളൊരു ദിവസം ഉണ്ടായിരുന്നു. ആ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിനുശേഷമാണ് അക്ബർ ഷാനവാസിന്റെ അഗേൻസ്റ്റ് ഒന്നും പറയാത്തതും ഷാനവാസ് ഒരു നല്ല മനുഷ്യനാണെന്ന് കരുതി പുള്ളിക്കാരന്റെ മനസ്സിൽ ഒരു സ്ഥാനം കൊടുത്ത് കൂടെ നിർത്തിയിട്ടുള്ളതും. പക്ഷേ ഷാനവാസ് അവിടെ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്? ആരെയൊക്കെ കിട്ടുന്നു വരുന്നവരോടും പോകുന്നവരോടും ഡെയിലി അക്ബറിന്റെ കുറ്റം പറയുക എന്നുള്ളത് മാത്രമാണ് ഷാനവാസ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇന്നലെ വ്യക്തമായി അക്ബറിന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ. അക്ബർ ഒരു ബുദ്ധിയുള്ള മനുഷ്യനായതുകൊണ്ട് അങ്ങേർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അതായത് അക്ബർ തന്നെ ദ്രോഹിക്കുന്നു, അക്ബറിന് സ്പേസ് കൊടുക്കരുത്, അവൻ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഈ വളച്ചൊടിക്കൽ എന്ന വാക്ക് ആ വീട്ടിൽ കൊണ്ടുവന്നത് തന്നെ ഷാനവാസാണ്. ഷാനവാസ് ഇങ്ങനെ ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു വേർഡാണ് അവിടെയുള്ള പല കണ്ടസ്റ്റൻസും ഓരോ നോമിനേഷനും വന്നിരുന്ന അക്ബറിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്ബർ പല കാര്യങ്ങളും വളച്ചൊടിക്കും, പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഷാനവാസ് മാത്രമാണ്, വേറെ ആരുമല്ല. ഷാനവാസാണ് കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കള്ളത്തരങ്ങളാണ് അക്ബറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. ആദില നൂറയോട്, സാബുമാനോട്, ഒനിയലിനോട്, ജിസേലിനോട്, ആരിനോട് പറ്റുന്ന അത്രയും ആൾക്കാരോട് അക്ബറിനെ കുറിച്ചുള്ള നുണകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഷാനവാസിന്റെ ലക്ഷ്യം. അപ്പോൾ അക്ബറിന്റെ മുന്നിലും ഇന്നലെ ഷാനവാസ് എക്സ്പോസ്ഡ് ആയി. അതായത് വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുന്ന ഒരു ഫ്രണ്ട് അല്ല ഷാനവാസ് എന്നുള്ളത് അക്ബർ അത് ഇന്നലെ തിരിച്ചറിഞ്ഞു. സീക്രട്ട് ടാസ്കിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാവരോടും ഷാനവാസ് പറഞ്ഞു നടന്നുള്ളതും ഇന്നലെ ആര്യനൊരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമായിരുന്നു. കാരണം ആര്യൻ അറിഞ്ഞിട്ടില്ല. ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് ഇഷ്ടം പോലെ ഹിന്റുകളാണ് ഇന്നലെ ലാലേട്ടൻ അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ആദില നൂറയ്ക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് ഷാനവാസ് കൂടെ നിന്ന് പണി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അക്ബറിനെ ചുമ്മാ പുള്ളി ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയുള്ളൊരു കാര്യമൊക്കെ ഏകദേശം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അനുമോൾക്കും ഏകദേശമൊക്കെ ധാരണ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇന്നലെ എപ്പിസോഡിന്റെ അവസാനം അവർ പറയുന്നുണ്ടായിരുന്നു ഇനി പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് പോകത്തില്ലെന്നത്. എത്രമാത്രം പ്രാക്ടിക്കലി നടപ്പുള്ള കാര്യമെന്ന് അറിയത്തില്ല. പക്ഷെ നോക്കാം, അങ്ങനെ മാറി നിന്ന് കളിച്ചാൽ അവർക്ക് അല്പമെങ്കിലും കൊള്ളാമെന്ന് ഞാൻ പറയും. ഷാനവാസ് പറയുന്നത് കേട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് മാറി നിന്ന് കളിച്ച് നോക്കി അവർക്ക് നല്ല പോസിറ്റീവായിട്ട് ഇറങ്ങാൻ പറ്റും. നെഗറ്റീവ് ആയി പോയി എന്ന് കരുതിയിട്ട് പോസിറ്റീവ് ആവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റൊരാഴ്ച മതി എല്ലാം മാറി മറിയാൻ. ആരും കണ്ടില്ല എന്തുമാത്രം നെഗറ്റീവിൽ കിടന്ന ഒരാളാണ് ഇപ്പം എന്തോരം പോസിറ്റീവാണ്. ആരിനെ ഇഷ്ടപ്പെടാത്ത ആളിപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തെറ്റുകൾ ഉണ്ടാവാം, അത് മനുഷ്യ സഹജമാണ്. പക്ഷേ അത് തിരുത്തുക എന്നുള്ളത് അതിനേക്കാളും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അല്ലാതെ ഞാൻ ചെയ്തതെല്ലാം ശരി, ഞാൻ മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നത് ഷാനവാസിന് അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. എനിക്ക് 1% പോലും അഭിപ്രായമില്ല ഇതുപോലൊരാളാണ് ബിഗ് ബോസിന്റെ വിന്നർ ആവേണ്ടതെന്ന്. വിന്നർ ക്വാളിറ്റി ലേശം ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇന്നലെ ഫീൽ ചെയ്തത്. കാരണം ആ ഹോസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു റെസ്പെക്ട് പോലും കാണിക്കുന്നില്ല. വീണ്ടും ഓരോരോ മുടന്തി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നത് അറിഞ്ഞിട്ടാണോ അല്ലാതെയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാനവാസ് ഇങ്ങനെ മുട്ട ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ അവസാനം എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല ഷാനവാസ് എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല ലാലേട്ടാന്നാണ് ഷാനവാസ് പറയുന്നത്. എന്തൊരു മനുഷ്യനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ലാലേട്ടൻ പറയുന്നുണ്ട് 7ന്റെ പണി ഞാൻ തരുന്നുണ്ട് ഷാനവാസ് എന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു ലാലേട്ടൻ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇത് എങ്ങോട്ട് പോകുന്ന ഗെയിമാണ് ഷാനവാസ് എന്നാണ് ചോദിക്കാൻ തോന്നിയത്. ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഇറങ്ങുന്നതിന് മുൻപ് ഒരുപാട് താങ്ക് യു പറയേണ്ടി വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊരു കട്ട വാണിംഗ് സൈൻ ആണ് കേട്ടോ ഷാനവാസ് എന്തിനാണ് അവിടെ വന്നതെന്നുള്ള പർപ്പസ് പോലും മറന്നാണ് ഇപ്പോൾ ഷാനവാസ് അവിടെ നിൽക്കുന്നത്. അഹങ്കാരം അറ്റ് ദ പീക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ കളും മേളിൽ ഇവിടെ ആരാണ് ഇരിക്കുന്നത് എന്നുള്ളൊരവസ്ഥ. ഷാനവാസിനെ ഇപ്പോൾ ഡയറക്റ്റായിട്ടുള്ള ശത്രുക്കൾ എന്ന് പറയുന്നത് അക്ബറും അനീഷും മാത്രമാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആര്യൻ കയറി വരുന്നത് കൊണ്ട് ആര്യനെയും ആ ഒരു ശത്രുപക്ഷത്തേക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ള ഏതെങ്കിലും ലേഡി കണ്ടസ്റ്റിനെ ഇതേപോലെ ശത്രുപക്ഷത്ത് നിന്ന് ഷാനവാസ് കളിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ലേഡി കണ്ടസ്റ്റന്റോ അവരെയൊക്കെ ആരാണ് ഇഷ്ടപ്പെടാൻ പോകുന്നത്, ഇവരെയൊക്കെ ആരാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവരെയൊന്നും ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കരുതിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഷാനവാസ് അവിടെ മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെയൊക്കെ എടി പോടി വാടി എന്നൊക്കെ വിളിക്കാനുള്ളൊരു ധൈര്യവും ഷാനവാസിന് കിട്ടുന്നത്. ഇവരെയൊക്കെ നമ്മളിങ്ങനെ തഴഞ്ഞിട്ടിരിക്കേണ്ട ആൾക്കാരാണ്, അല്ലാതെ ഇവരെയൊന്നും നമ്മൾ അടുപ്പിക്കേണ്ട ആൾക്കാരെയല്ല. നമ്മൾ കളിക്കേണ്ടത് ആണുങ്ങളോടാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഷാനവാസ് അവിടെ നിൽക്കുന്നത്. ഇതൊക്കെയാണോ ബിഗ് ബോസിന്റെ വിന്നർ ക്വാളിറ്റി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇന്ന് വരെ ബിഗ് ബോസ് ഒരു സീസൺ കണ്ടിട്ടും ഇതുപോലത്തെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. സത്യത ഞാൻ പറയാം. അപ്പോൾ ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ അനീഷായാലും അക്ബർ ആയാലും ആര്യനായാലും എല്ലാവരും ലാലേട്ടൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കി സ്വന്തം തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ PR-ന്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ അനീഷ് പറഞ്ഞൊരു തെറ്റായ കാര്യം ഉണ്ടായിരുന്നു. 12 ദിവസം മുമ്പ് സെലക്ഷൻ കിട്ടിയ കാര്യം ബിഗ് ബോസ് അനീഷിനെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അനീഷ് പറഞ്ഞത് ഞാൻ 3 ദിവസം മുമ്പാണ് വിളിച്ചറിയിച്ചത്. അതുപോലെ തന്നെ PR എന്തെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അനീഷോട് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ തെറ്റാണെന്നുള്ളത് ലാലേട്ടൻ അത് പറഞ്ഞു വെച്ചിട്ട് ബ്രേക്കിന് പോയ സമയത്ത് അവിടെയുള്ളവർ നിങ്ങൾ കള്ളത്തരം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് അതെ ഞാൻ അത് പറഞ്ഞു പോയി, നുണയായിട്ട് പറഞ്ഞു പോയി, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു പോയി എന്ന് സമ്മതിച്ചു.
അതോടുകൂടി നമുക്ക് പുള്ളി പറഞ്ഞ ആ തെറ്റിനോടുള്ള ദേഷ്യം തന്നെ ഇല്ലാണ്ടായി. അതാണ് അനീഷിന് മുമ്പോട്ട് പോകാൻ പറ്റുന്നതും. ഷാനവാസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കാര്യം അതാണ്. നമ്മൾ കുറച്ചൊക്കെ ഈഗോ വിട്ട് അവിടെ ബിഗ് ബോസ് എന്നുള്ള ഗെയിം കളിക്കണം, മാക്സിമം ദിവസം നിൽക്കണം, കപ്പടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളെങ്കിൽ ഈ പറയുന്ന ക്രിറ്റിസിസം, അതായത് അവിടെയുള്ള കണ്ടസ്റ്റന്റ് പറയുന്ന പോട്ടെ, ലാലേട്ടൻ വന്ന് പറയുന്ന ക്രിറ്റിസിസംസ് ഒന്ന് എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അതെടുത്ത് അതിലെ തെറ്റുകളെല്ലാം തിരുത്തി ഫിൽട്ടർ ചെയ്ത് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് കളിക്കാൻ പറ്റുന്നതായിരിക്കണം ഒരു കണ്ടസ്റ്റന്റിന് ഉണ്ടാവേണ്ട മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മുമ്പത്തെ സീസണിലൊക്കെ എത്രയോ അഗ്രസീവ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരിൽ പലരും ലാലേട്ടൻ പറയണതിന് തിരിച്ച് മറുപടികൾ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയധികം ദേഷ്യം കാണിച്ചുകൊണ്ട് ഇത്രയധികം റൂഡായിട്ട് സ്വന്തം തെറ്റിൽ ഒരു പെർസെൻറ്റേജ് പോലും ഈ പറഞ്ഞു കൊടുക്കുന്നതിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സീക്രട്ട് ടാസ്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇവരെല്ലാവരും എന്നെ പെടുത്താൻ നോക്കിയാണെന്ന് ഞാൻ കരുതി. ഇങ്ങനെയൊക്കെയാണ് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ ഇതൊക്കെ പറയും, ഷാനവാസിന്റെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്തും ഷാനവാസിന്റെ മൈൻഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കി, ഇവരുടെ മുമ്പിൽ ഞാൻ മാസ് എങ്ങനെ ചെയ്യും. കാരണം എൻ്റെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പോൾ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി എങ്ങനെ തിരിച്ചു പിടിക്കും, ഇവരെയൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞ് കറക്റ്റ് ചെയ്യും, ആരൊക്കെ ഇനി എനിക്ക് എഗൻസ്റ്റ് തിരിയും, ആരൊക്കെ ഇനി എൻ്റെ കൂടെ നിൽക്കും, എൻ്റെ മാസ് എനിക്ക് ഇനി ഇവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുമോ. സീക്രട്ട് ടാസ്ക് കുളമാക്കി എന്ന് പറഞ്ഞ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നേരെ തിരിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യും. അവിടെ ലക്ഷ്മി ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. അക്ബർ സീക്രട്ട് ടാസ്കിലേക്ക് ഷാനവാസിനെ വിളിക്കാൻ പറഞ്ഞത് ഷാനവാസ് ഈ ഗെയിം കുളമാക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഉടനെ ലക്ഷ്മിയോട് പോയി താങ്ക്സ് പറഞ്ഞേക്കുന്നു. ഈ മനുഷ്യന് ശരിക്കും ബുദ്ധിയില്ലാത്ത കണക്ക് കാണിക്കുന്നതാണോ അതോ ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അതിന് പോയി താങ്ക്സ് പറഞ്ഞ് ലക്ഷ്മിയുടെ കൈ കൊടുക്കേണ്ട കാര്യം എന്താ? മിക്കവാറും ഈ ഒരാഴ്ച ഇനിയിപ്പോൾ ആദ്യം 100 മാറി പോവുകയാണെങ്കിൽ ഒന്നുകിൽ അവരെ പറഞ്ഞ് അവരെ വീണ്ടും കൂടെ വരുതിയിലാക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ലക്ഷ്മിനെ കൂടെ പിടിച്ച് കളിക്കാൻ നോക്കും. പക്ഷേ ലക്ഷ്മി ചില സമയത്ത് ഷാനവാസിനെ കുറ്റം, ചില സമയത്ത് ഷാനവാസിന്റെ കൂടെ നിൽക്കും. ഈ രീതിയിലാണ് ലക്ഷ്മിയുടെ കളി കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ദിവസം ഷാനവാസിന്റെ ഫ്രൈ ആണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഫ്രൈ ഒന്നും അല്ലായിരുന്നു, വിന്താലു ഏകദേശം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, സ്വന്തം തെറ്റുകളൊക്കെ പറയുമ്പോൾ ഇത്രയധികം രോഷാകുലനാവുന്ന, അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത, ഒരു പെർസെൻറ്റേജ് പോലും അതൊന്നും ഉള്ളിലേക്ക് എടുക്കാത്ത ഷാനവാസ് തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞു നോക്കട്ടെ ലാലേട്ടൻ. ആ സമയത്ത് ഷാനവാസിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങളൊന്ന് കാണണം. അനീഷിനെ 12 ദിവസം മുമ്പ് ബിഗ് ബോസ് വിളിച്ച് അറിയിച്ചു എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഷാനവാസിന്റെ റിയാക്ഷൻ ലൈക്ക് അതുപോലെ അനീഷിൻ്റെ അടുത്ത് നിങ്ങൾക്ക് PR എന്താണെന്ന് അറിയത്ത് പോലും ഇല്ലെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്തൊക്കെ ഷാനവാസ് അവിടെ നിന്ന് ഇതൊരു സന്തോഷം കണ്ടുപിടിച്ചടാ എന്നുള്ള രീതിയിലായിരുന്നു സന്തോഷം. അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ അവനെ പല പ്രാവശ്യം പറഞ്ഞ് നേരെയാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ നേർവഴി അവനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസ് പറയുന്ന വഴിയിലൊക്കെ പോയിരുന്നെങ്കിൽ അനീഷിന്റെ ഗതി അതോ ഗതിയായ. അനീഷിനോട് നല്ല കരുതി തന്നെയാണ് ഷാനവാസിനോട് നിൽക്കുന്നത് കേട്ടോ. അനീഷിനെക്കാളും മുമ്പ് അങ്ങനെ ഷാനവാസ് പോവുകയോ അനീഷ് എങ്ങനെ ഈ സീസണിൽ കപ്പടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയ ഷാനവാസിന് ഇത്രയധികം ഗ്രഡ്ജുള്ള വേറൊരു മനുഷ്യനുണ്ടാവില്ല. ഈ ഷാനവാസിനെ വെച്ച് നോക്കുമ്പോൾ അക്ബർ എന്ന് പറയുന്ന വ്യക്തി എത്രയോ ബെറ്ററാണ്, എത്രയോ. പുള്ളി എന്തൊരു ജെനുവിനാണ്. ഷാനവാസിനെ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുന്ന ഏതെങ്കിലും വ്യക്തി ആ വീട്ടിലുണ്ടോ? ഈവൻ ഈ പെങ്ങളൂട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ആദില നൂറയ്ക്കെങ്കിലും സാധിക്കുമോ ഷാനവാസിനെ കൂടെ നിർത്താൻ? ഒരിക്കലും സാധിക്കില്ല. കാരണം അത്രയധികം ക്രൂഗഡ് ആയിട്ടുള്ള ഗെയിമറാണ് അദ്ദേഹം. ഇതിൽ പറയുന്നത് പുള്ളി പഴയ ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടേ ഇല്ല. കുറച്ച് ക്ലിപ്സ് മാത്രം കണ്ടിട്ടാണ് പുള്ളി ഇങ്ങോട്ട് കളിക്കാൻ വന്നിരിക്കുന്നത്. ക്ലിപ്സ് മാത്രം കണ്ടിട്ട് വന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മീശ വിരിക്കുമോ, ഇവിടെ വന്നിട്ട് ഇത്രയും മുണ്ടൊക്കെ മടക്കി കുത്തി മാസൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇവിടെ വന്നിട്ട് അക്ബറിനെ കുറിച്ച് അനീഷിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കൂ. ഇതൊക്കെ ഒന്നും അറിയാത്ത ഒരാളുടെ ലക്ഷണമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. എന്നിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അക്ബറാണ് അവിടെ ചെയ്യുന്നതാണ് ഷാനവാസിന്റെ പക്ഷം. ഷാനവാസ് അങ്ങനെയാണ് പറഞ്ഞ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്ബർ. എന്ത് ദ്രോഹം എന്ന് വെച്ചപ്പോൾ പറയാൻ ഏതോ ഫസ്റ്റ് ടാസ്കിന്റെ കഥയൊക്കെയാണ് പറയുന്നത്. ടാസ്ക് പിന്നെ കളിക്കണ്ടേ, ടാസ്ക് കളിക്കാനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അതിന് പകരം ഷാനവാസ് ഇങ്ങനെ നടന്ന് അക്ബറിനെ കുറിച്ച് ഓരോരുത്തർക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലതും എടുത്തോടെ വീഡിയോ ആയിട്ട് കാണിച്ചിരുന്നെങ്കിൽ എന്ത് അവസ്ഥയാണ് ഷാനവാസിന്റെ. സത്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഷാനവാസ് ഭാഗ്യവാനാണ് ഞാൻ പറഞ്ഞത്. അതോടെ കാണിച്ചിരുന്നെങ്കിൽ പിന്നെ പറയണ്ട, ഷാനവാസ് അവിടെ കംപ്ലീറ്റ്ലി ആൾക്കാർ അവിടെ അവോയ്ഡ് ചെയ്യും. ഷാനവാസിനെ പറയാൻ വരുന്ന കാര്യങ്ങളൊന്നും ആരും മൈൻഡ് ചെയ്യത്ത് പോലും ഇല്ല. അതുകൊണ്ടായിരിക്കും ഒരു അവസരം കൂടെ തന്നിരിക്കുന്നത്. എന്തായാലും ലാലേട്ടനെ ചൊടിപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത് ഷാനവാസ്. നമുക്ക് നോക്കാം, ഇന്നൊരു 7ന്റെ പണി ഷാനവാസിന് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്ത് പണിയാണെന്നുള്ളത് ഇന്നിനി കണ്ടറിയാം. പക്ഷെ പുള്ളി മാറുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് ഉണ്ട് ഒരു പ്രതീക്ഷയില്ല. അനീഷിന്റെ ഒരു കുറ്റം ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ആ വള്ളിയിൽ കയറി പിടിച്ച് ഷാനവാസ് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനത്തെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വെമ്പൽ കൊള്ളുന്ന വളരെയധികം മിത്രമായിട്ടുള്ളൊരു ഷാനവാസിനെ ഇന്നലെ നമ്മൾ കണ്ടു കേട്ടോ. നല്ല മിത്രങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ലാലേട്ടൻ്റെ ഒരു മാസ് മസാല പടം കണ്ടു തീർന്നൊരു എഫക്റ്റ് ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് തീർന്നപ്പോൾ കേട്ടോ. പലരുടെയും മാലപ്പടക്കങ്ങൾ ഇങ്ങനെ പൊട്ടുമായിരുന്നു. അതുപോലെ ആര്യന്റെ അമ്മേനെ വിളിച്ച കാര്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അമ്മേനെ വിളിച്ചെന്ന് എനിക്ക് തോന്നി, ബാഡ് വേർഡ്സ് ഉപയോഗിച്ചെന്ന് എനിക്ക് തോന്നി എന്നൊക്കെയാണ് ഷാനവാസ് അവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ തോന്നിയത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് കേട്ടോ. അന്നത്തെ ഗെയിം ആര്യൻ വൃത്തിയായിട്ട് ചെയ്തതിന്റെ ഈഗോയാണ് അന്ന് ആര്യനോട് പോയി ചെയ്തതെന്ന് ബോധമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാം. നേരെ ചൊവ്വേ മലയാളം പോലും പറയാൻ അറിയാത്ത ആ പയ്യൻ അവിടെ നിന്ന് അമ്മയെ വിളിക്കാൻ പോവല്ലേ, വേറെ പണിയില്ല. അപ്പോൾ അനീഷിനോട് ലാലേട്ടൻ ചോദിക്കണം എന്താ അനീഷ് ശരിക്കും സംഭവിച്ചപ്പോൾ അനീഷിനോട് ലാലേട്ട അത് ചുമ്മാ സീൻ ക്രിയേറ്റ് ചെയ്താൽ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ അതിനിടയിൽ ഷാനവാസ് കയറി സംസാരിക്കണം. അപ്പോൾ ലാലേട്ടൻ ഒന്ന് നിർത്ത് ഷാനവാസ്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് ഞാൻ സമയം തരാം എന്ന് പറയുമ്പോൾ തന്നെ അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം ഇവൻ എനിക്ക് എഗൻസ്റ്റ് വാതിറക്കുന്നു, ഇവിടെ മറ്റുള്ളവർക്ക് എഗൻസ്റ്റ് പോലും ഇവനെ വാതിറക്കാൻ ഞാൻ അനുവദിക്കാതെ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ എനിക്ക് എഗൻസ്റ്റ് കുറ്റം പറയുന്നത് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഷാനവാസ് ഇരിക്കുന്നത്. ഷാനവാസിന് ഭയങ്കരമായിട്ട് ഇന്നലെ ഈഗോ അടിച്ച് ഒരു രക്ഷയില്ലാത്ത ഈഗോ അടിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം ഇനി അടുത്ത ആഴ്ച എങ്ങനെ കളിക്കുന്നതും ഇന്നത്തെ ദിവസം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്. ബൈ.